ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് കോൺഗ്രസിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് ചേക്കേറിയെന്ന വാർത്ത. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളായിരുന്നു എ.കെ. ആന്റണിയും കെ കരുണാകരനും. എ.കെ. ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാണ്. പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയൊന്നും ആകുവാൻ സാധ്യതയില്ലെങ്കിൽ പോലും കെ കരുണാകരൻ എന്ന കോൺഗ്രസുകാർ ലീഡർ എന്ന് സ്നേഹത്തോടു കൂടി വിളിച്ചിരുന്ന കരുണാകരന്റെ മോൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് പോയത് ബി.ജെ.പിക്ക് വലിയ ക്ഷീണം തന്നെയാണ് നൽകുന്നത്. അത് പലതരത്തിലാണ് ബി.ജെ.പി പ്രതിരോധിക്കുവാൻ ശ്രമിക്കുന്നത്. പക്ഷേ കോൺഗ്രസിൽ നിന്ന് താൻ ബി.ജെ.പിയിലേക്ക് പോകുവാൻ പല കാരണങ്ങളാണ് പത്മജ വേണുഗോപാൽ നിരത്തുന്നത്. കോൺഗ്രസ് തന്നെ പരിഗണിച്ചിട്ടില്ല, കോൺഗ്രസ് തനിക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന നൽകിയിട്ടില്ല എന്ന രൂക്ഷമായ ആരോപണമാണ് ആദ്യഘട്ടത്തിൽ പത്മജ വേണുഗോപാൽ ഉയർത്തിയിരുന്നത്. എന്നാൽ അതിനെതിരെ രൂക്ഷമായ വിമർശനമായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം നൽകിയ മറുപടിയായിരുന്നു. അത് വലിയ രാഷ്ട്രീയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പത്മജ വേണുഗോപാൽ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന്, വടകരയിൽ മത്സരിക്കുവാനിരുന്ന തന്റെ സഹോദരൻ കെ മുരളീധരനെ തൃശ്ശൂരിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത് തോൽപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ്. അദ്ദേഹം വടകരയിലായിരുന്നുവെങ്കിൽ വിജയിച്ചു പോയേനെ, പക്ഷേ തൃശ്ശൂരിൽ അദ്ദേഹം വിജയിക്കുവാനുള്ള സാധ്യത കുറവാണ്, അതിന് പ്രശ്നം വെച്ച് നോക്കേണ്ടി വരുമെന്ന തരത്തിലേക്കാണ് പത്മജ വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. തൃശ്ശൂരിലെ കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോയിൽ അദ്ദേഹത്തിന്റെ ഇടവും വലവും നിന്നത് തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഏറ്റവും വൃത്തികെട്ട രണ്ടുപേരാണ് എന്ന രൂക്ഷ വിമർശനം പത്മജ വേണുഗോപാൽ ഉയർത്തുന്നുണ്ട്. അതിൽ ഒന്ന്, നിലവിൽ തൃശ്ശൂരിന്റെ എം പി ആയുള്ള പ്രതാപനാണ്, ടി.എൻ. പ്രതാപൻ. മറ്റൊന്ന് UDFന്റെ തൃശ്ശൂർ ചെയർമാനായുള്ള MP വിൻസെന്റ് ആണ്. ഇരുവരും കോൺഗ്രസിലെ വൃത്തികെട്ട നേതാക്കന്മാരാണ് എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ ഉയർത്തുന്ന രൂക്ഷമായ ആരോപണം. താൻ തൃശ്ശൂരിൽ തോൽക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായി നിന്നിരുന്ന തന്നെ പിന്നിൽ നിന്ന് വലിച്ച രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ ഇവരാണ് എന്ന് തുറന്നടിക്കുന്നു പത്മജ വേണുഗോപാൽ. കൂടാതെ UDFന്റെ നിലവിലത്തെ ചെയർമാനായ നേരത്തെ DCC പ്രസിഡന്റായിരുന്ന MP വിൻസെന്റിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തുന്നു പത്മജ വേണുഗോപാൽ. പ്രിയങ്ക ഗാന്ധി കേരളത്തിലെത്തിയപ്പോൾ, തൃശ്ശൂരിലെത്തിയപ്പോൾ അന്ന് തൃശ്ശൂരിലെ DCC പ്രസിഡന്റായിരുന്ന MP വിൻസെന്റ് പ്രിയങ്ക ഗാന്ധിയോടൊപ്പം തന്നെ വാഹനത്തിൽ കയറ്റണമെന്ന് പത്മജ വേണുഗോപാൽ ആവശ്യപ്പെട്ടപ്പോൾ തന്നോട് 22.5 ലക്ഷം രൂപ കൈക്കൂലിയായി ചോദിച്ചു. 22 ലക്ഷം രൂപ തരാമെങ്കിൽ തന്നെ വാഹനത്തിൽ കയറ്റാമെന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ KPCC വേണ്ട ഫണ്ടുകൾ നൽകുന്നുണ്ട്, അതുകൊണ്ട് താൻ നയാ പൈസ തരില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രിയങ്ക ഗാന്ധി യാത്ര ചെയ്യുന്ന വാഹനത്തിൽ കയറ്റില്ല എന്ന് കട്ടായം പറഞ്ഞു MP വിൻസെന്റ് എന്നും പത്മജ വേണുഗോപാൽ ആരോപണം ഉയർത്തുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ എന്നെ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ട് ഇവരെൻ്റെ അടുത്ത് നിന്ന് 22.5 ലക്ഷം റുപ്യ വാങ്ങി. DC പ്രസിഡന്റ് അന്ന് വിൻസെന്റ് ആയിരുന്നു. ആ, അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തരില്ല, KPCC വന്നിട്ടുണ്ടല്ലോ പൈസ പറഞ്ഞപ്പോൾ എന്നാ പിന്നെ ചേച്ചിയുടെ കാര്യം സ്വന്തം നോക്കുക, ഞങ്ങളാരും ഉണ്ടാവില്ല എന്നെ ഭീഷണിപ്പെടുത്തി. എന്നാൽ ഈ ആരോപണത്തിന് തക്കതായ മറുപടിയും നൽകുന്നുണ്ട് നിലവിലത്തെ UDFന്റെ ചെയർമാനായ MP വിൻസെന്റ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഓരോ സമയത്ത് ആദ്യം പറഞ്ഞ് 8 ലക്ഷം എന്ന് പറഞ്ഞു, പിന്നെ 18 ലക്ഷം എന്ന് പറഞ്ഞു, കഴിഞ്ഞ ദിവസം 22 ലക്ഷം എന്ന് പറഞ്ഞു, ഇപ്പം 22.5 എന്ന് പറഞ്ഞു. ഞാനൊരു DCC പ്രസിഡന്റ് മാത്രമായിട്ടാണ്. എന്നേക്കാൾ മുകളിലായിരുന്നു പത്മജ, KPCCയുടെ വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ കാറിൽ കയറാൻ ഞാൻ പൈസ വാങ്ങിയത്, ഞാൻ കാറിലല്ല, ഞാൻ 6 കാറ് ബാക്കിലാണ്, എനിക്ക് പോലും അന്ന് കയറാൻ കഴിഞ്ഞില്ല. MP വിൻസെന്റ് DCC പ്രസിഡന്റ് ആയിരിക്കുന്ന കാലയളവിൽ അന്ന് KPCCയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു പത്മജ വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ തന്റെ നിർദ്ദേശത്തിന്റെ ആവശ്യമില്ല പത്മജ വേണുഗോപാലിന് പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിൽ കയറുവാൻ. കൂടാതെ ഈ ആരോപണം ആദ്യം ഉയർത്തുമ്പോൾ അന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞിരുന്നത് താൻ 8 ലക്ഷം രൂപ ചോദിച്ചു എന്നായിരുന്നു. പിന്നീടത് 18 ലക്ഷം രൂപയായി, പിന്നീടത് 22 ലക്ഷം രൂപയായി, ഇപ്പോൾ അത് 22.5 ലക്ഷം രൂപയായി മാറിയിരിക്കുന്നു എന്ന മറുപടിയാണ് MP വിൻസെന്റ് നൽകുന്നത്. അതുകൊണ്ട് പത്മജ വേണുഗോപാൽ പറയുന്നത് വിശ്വസിക്കേണ്ട ആവശ്യകതയില്ല, അവർ പറയുന്നത് കള്ളമാണ് എന്ന് അടിവരയിട്ട് പറയുന്നു MP വിൻസെന്റ്. ഈ സാഹചര്യമാണെങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുന്ന വേളയിൽ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പത്മജ വേണുഗോപാൽ പോയത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് കോൺഗ്രസിന്. കോൺഗ്രസ് വിട്ട് BJP പാളയത്തിലേക്ക് പോയ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായ A.K. ആന്റണിയുടെയും കെ കരുണാകരന്റെയും മക്കൾ ഇപ്പോഴും BJPയിൽ ഉറച്ചു നിൽക്കുന്നത് അവർ കരുണാകരന്റെയും A.K. ആന്റണിയുടെയും മകനാണ്, മകളാണ് എന്ന ലേബലോട് കൂടി തന്നെയാണ്.
പത്മജ വേണുഗോപാൽ എന്തു പറഞ്ഞാലും കെ കരുണാകരൻ്റെ മകളാണ്. അത് തേച്ചു മായ്ച്ചു കളയുവാൻ സാധിക്കുന്നതല്ല. ദേശീയ രാഷ്ട്രീയത്തിൽ വരെ ചർച്ചാ വിഷയമാക്കുവാൻ കഴിയുന്ന തരത്തിലേക്കാണ് പത്മജ വേണുഗോപാലിന്റെ കൂറുമാറ്റം. അത് അങ്ങനെ തന്നെ ഉപയോഗപ്രദമാക്കുന്നുമുണ്ട് BJP. കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയതിനു ശേഷം ആദ്യമായി മുരളി മന്ദിരത്തിലേക്ക് ചെന്ന പത്മജ വേണുഗോപാൽ കോൺഗ്രസിനെതിരെ ഉയർത്തിയ വിമർശനങ്ങൾ കടുത്തത് തന്നെയായിരുന്നു. തന്റെ ജ്യേഷ്ഠനെ തോൽപ്പിക്കുവാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. തന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി കോൺഗ്രസ് നേതാക്കന്മാർ, കള്ളന്മാരാണ് കോൺഗ്രസിലെ തൃശ്ശൂരിലെ നേതാക്കന്മാർ എന്നതടക്കം നിരവധി ആരോപണങ്ങളാണ് പത്മജ വേണുഗോപാൽ ഉയർത്തുന്നത്. ഒപ്പം കോൺഗ്രസിൽ അവഗണന സഹിച്ചു നിൽക്കേണ്ട ആവശ്യം ഒരു വനിതാ നേതാവിനുമില്ല, അവർക്കെല്ലാം BJPയിലേക്ക് സ്വാഗതമെന്നും നിലവിൽ BJPയിലുള്ളവരെല്ലാം പഴയ കോൺഗ്രസ്സുകാരാണ് എന്നതും ഒക്കെ വലിയ ചർച്ചാ വിഷയമാവുകയാണ് നിലവിലെ രാഷ്ട്രീയ കേരളത്തിൽ. BJPയിലേക്ക് ചേക്കേറിയവരെല്ലാം കോൺഗ്രസ്സുകാരാണ് എന്ന പത്മജ വേണുഗോപാലിന്റെ തന്നെ ആരോപണം കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ ഒഴുകുന്നു എന്ന മറ്റു പാർട്ടി നേതാക്കന്മാരുടെ ആരോപണത്തിന് ആക്കം കൂട്ടുന്നത് തന്നെയാണ്.